നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സന്ദീപ്. റെവറ്റ്ലെസ് മലയാളത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതാണ് കുറച്ചൊരു എനർജിയും എക്സൈറ്റ്മെൻറ്റും കുറച്ച് കൂടുതലുള്ളത്. ഇപ്പോൾ കുറേ കാലമായി ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പെർട്ടിക്കുലർലി കാത്തിരിക്കേണ്ടത്, വേറെയും കുറേ ആൾക്കാർ കാത്തിരിക്കേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡിലേ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് മീ നോട്ട്ബുക്ക് ആണ്, ഷവോമിയുടെ ലാപ്ടോപ്പാണ്. ഇത് ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് മോഡൽസാണ് ഇപ്പോൾ ലോഞ്ച് ടൈമിൽ അവർ ഇറക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എൻഡാണ് ഈ ഹൊറൈസൺ എഡിഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഹൊറൈസൺ എഡിഷൻ ഒരു സിംഗിൾ SKUവിൽ അവൈലബിൾ ആണ്. മറ്റേ ലോവർ എൻഡ് മോഡലാണെങ്കിൽ 3 ഡിഫറെൻറ്റ് SKUസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നതായിരിക്കും ഫുൾ റിവ്യൂവിൽ. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹൊറൈസൺ എഡിഷനിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത് മാത്രമല്ല, നമ്മുടെ ഓപ്പോ എൻകോ M31 ഗിവ് അവേയിൽ പങ്കെടുക്കാനും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ഇതാണ് ഹൊറൈസൺ എഡിഷൻ. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഹയസ്റ്റ് എൻഡാണ് മീ ലൈനപ്പിൽ ലാപ്ടോപ്സിൽ ഇപ്പോൾ അവർ കറൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദ ഡിവൈസ് മോഡൽ ഇവിടെ നമുക്ക് വേറെ ബ്രാൻഡിങ് കാണാമെന്ന് പറഞ്ഞാൽ ഫെദർ ലൈറ്റ് ആണ്. 1.4 kilograms അവർ പറയുന്നു. 14 inch ഹൊറൈസൺ ഡിസ്പ്ലേ, അതായത് അതിൻ്റെ ബെസൽസ് ചേർത്താണ്. DTS സൗണ്ട് ഉണ്ട്, അപ് ടു 10 hours ബാറ്ററി ലൈഫ്, SSD ഉണ്ട്, പിന്നെ മെറ്റൽ ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ സൈഡിൽ നമുക്ക് ആക്ച്വലി ഇതിൽ അവർ പ്രൈസിങ് ഇറേസ് ചെയ്തിരിക്കുകയാണ്. എങ്കിലും ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേശ്ശെ കാണാൻ പറ്റും. 65,990 68,990 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ MRP ആയിട്ട് ഇവർ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ബോക്സിൽ. ഓഫ്കോഴ്സ് ഫൈനൽ എന്താ പറയുക പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ആക്ച്വലി ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ ടൈറ്റിലും നമ്മൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആക്ച്വലി എംബാർഗോയിലാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് ഫൈനൽ വീഡിയോയിൽ അത് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ് ഇതിൻ്റെ കുറേയൊക്കെയുള്ള സ്പെസിഫിക്കേഷൻസ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 10th Gen Intel i7 പ്രോസസ്സർ കാണാനുണ്ട്. പിന്നെ നമുക്ക് 8 GB റാം കിട്ടുന്നുണ്ട്, 512 GB SSD ഉണ്ട്. പിന്നെ MX350 NVIDIAയുടെ MX350 2 GB ഗ്രാഫിക് കാർഡ് വരുന്നുണ്ട്. Windows 10 ഹോം, 14 inch ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഈ ഹൊറൈസൺ എഡിഷൻ ടോപ്പ് എൻഡിൻ്റെ സ്പെസിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സും ബാക്കിയുള്ള ബോക്സ് കണ്ടൻസും നോക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ ബോക്സ് കുറേശ്ശെ കീറിയിട്ടുണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി അകത്തുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്. ഇതാദ്യം ഒന്ന് പുറത്തെടുത്ത് ഒന്ന് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള ബോക്സ് കണ്ടൻസ് എന്തുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്, അതായത് നമ്മുടെ ഡി പ്ലേറ്റ്, HDMI ബ്രാൻഡിങ് ആണ്, NVIDIA, വിൻഡോസ്. അപ്പോൾ ഇത് പ്രോപ്പർ മെറ്റൽ തന്നെയാണത്. പിന്നെ ഫ്രണ്ടിൽ അപ്പോൾ വൺ ഓഫ് ദ മെയിൻ തിങ്സ് എന്ന് പറയുന്നത് ഇതിൽ ഷവോമി പറഞ്ഞത് അവർക്കൊരു ക്ലീൻ ലുക്കാണ് ഓവറോൾ വേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് പ്ലേറ്റിൽ ഒരു സിംഗിൾ ബ്രാൻഡിങ് പോലും ഇല്ല, മീയുടെ ലോഗോ ഇല്ല, ഷവോമി ലോഗോ ഇല്ല, വേറെ ഒരു ബ്രാൻഡിൻ്റെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ പ്ലെയിൻ ഒരു ലുക്കാണത്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ആക്ച്വലി കമ്പനി ലോഗോ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി കമ്പനി ലോഗോ പ്രിഫർ ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഇതിന് സ്കിൻസ് അവൈലബിൾ ആണെങ്കിൽ, ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്, സ്കിൻ അവൈലബിൾ ആണെങ്കിൽ അത് ഞാൻ ഡെഫിനറ്റ്ലി ഇതിൽ ആഡ് ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഒരു കട്ടൗട്ട് ഉണ്ട്, സ്ലൈറ്റ് കട്ടൗട്ട്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മീ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം നമ്മുടെ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ഓൾമോസ്റ്റ്. ആൻഡ് ഇവിടെ Intel Core i7 ബ്രാൻഡിങ് ഉണ്ട്, നല്ലൊരു കീബോർഡും ഉണ്ട്, ഒരു ട്രാക്ക് പാഡും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ വയ്ക്കാം. വേറെ എന്തുണ്ട് ബോക്സിലൊന്ന് നോക്കാവുന്നത്. ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത്, എസ്പെഷ്യലി ഈ കൊറോണ വൈറസ് സമയത്ത്, അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ബ്രീഫിങ്ങിൽ പറഞ്ഞത് ഈ ലാപ്ടോപ്പ് ആക്ച്വലി ഓൾമോസ്റ്റ് 2 years ആയിരുന്നു ഡെവലപ്മെൻറ്റ്. ഇത് ഇന്ത്യയിൽ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ മോഡലാണ്. ഇപ്പോൾ 2 years ഡെവലപ്മെൻ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഫുള്ളി പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് കൊറോണ വരുന്നുണ്ട്, ഇപ്പോൾ വെബ് ക്യാംസിന് എക്സ്ട്രാ നീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അവർ ആക്ച്വലി ആഫ്റ്റർ തോട്ടായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ ആൾക്കാർ ബേസിക്കലി വെബ് ക്യാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അവർ പറയുന്നത് അവർ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റഫ്ലി ഒരു 5% മാക്സിമം 10% പോലും വരുന്നില്ല ഇതിൻ്റെ
ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ്, വെബ് ക്യാം യൂസേഴ്സ്. അത് ശരിയാണ്, എൻ്റെ ഡെസ്ക്ടോപ്പ് പി സിയിൽ എനിക്കൊരു വെബ് ക്യാം ഇല്ല. ഈ ഒരു കൊറോണ വൈറസ് സമയം വന്നപ്പോഴാണ് സൂം മീറ്റിംഗ്സിനും ബാക്കി എല്ലാത്തിനും വെബ് ക്യാം ഞാൻ ആക്ച്വലി യൂസ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു എസെൻഷ്യൽ കാര്യമാണ്. പക്ഷെ അവർ പ്രയോറിറ്റി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഹൊറൈസൺ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെബ് ക്യാം അവർ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഇതിലും ഫ്രീ ഓഫ് ചാർജ് ബണ്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഓൾറെഡി ബണ്ടിൽഡ് അല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ വെബ് ക്യാം. ഇതല്ലാതെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർജിങ് കണക്ടർ ഉണ്ട്. അപ്പോൾ ഇതാണ് ചാർജിങ് കേബിൾ. ഇത് നമ്മുടെ പവർ ബ്രിക്കിലോട്ട് കണക്ട് ആവും. പിന്നെ നമ്മുടെ ചാർജിങ് ബ്രിക്ക് ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് USB Type-C പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി Type-C ചാർജിങ് കിട്ടുന്നില്ല അതിൽ. ഈ ഒരു വഴിയാണ്, ഈ പ്രൊപ്രൈറ്ററി കേബിൾ വഴിയാണ് ബേസിക്കലി ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിലും ഓവറോൾ ഡെഫിനറ്റ്ലി നല്ല സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ ചാർജിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാക്സിമം 65 വാട്ട്സ് ആണ്. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂസർ മാനുവലാണ് ഈ നോട്ട്ബുക്കിൻ്റെ. അപ്പോൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് പോർട്സും എല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ഹാർഡ്വെയർ ഒരു ഓവർവ്യൂ നോക്കാം, പിന്നെ ഒന്ന് ബൂട്ടപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ മീ നോട്ട്ബുക്ക് 14" ഹൊറൈസൺ എഡിഷൻ. അപ്പോൾ ഞാൻ പവർ കോഡ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ ഓവർവ്യൂ ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് ബൂട്ടപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു സ്ലൈഡ് ഡെൻറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും. ആൻഡ് അവർ ആക്ച്വലി പറഞ്ഞത് ബ്രീഫിങ്ങിൽ ഒരു സിംഗിൾ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് ട്രൈ ചെയ്തപ്പോഴും അത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റും. ഇതുവരെ ആക്ച്വലി വലിയ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ സഡൻ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇത് കൊണ്ടുവരും മുകളിലോട്ട്. പക്ഷേ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു റെഗുലർ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഹാൻഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു USB Type-A പോർട്ടാണ്. ഇവിടെ വെന്റിലേഷൻ ഫാൻസിനുള്ള വെന്റിലേഷൻ ഇതുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓപ്പണിംഗ് ലിഡ് ഉണ്ട്. ഈ സൈഡിൽ വരുമ്പോഴാണ് കൂടുതൽ പോർട്ട്സ് ഉള്ളത്. നമുക്കൊരു USB Type-C പോർട്ട് ഉണ്ട്, 2 Type-A പോർട്ട്സ് ഉണ്ട്, ഒരു HDMI ഔട്ട് ഉണ്ട്, പിന്നെ ഒരു പവർ അഡാപ്റ്ററിൻ്റെ സോക്കറ്റും ഉണ്ട്, പിന്നെ ഒരു LED ലൈറ്റ് ഉണ്ട്. ഇത് ചാർജിങ് ഇൻഡിക്കേറ്ററുമാണ്. അത് മാത്രമല്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ ഇവിടെ 2 മൈക്രോഫോൺസ് ഉണ്ട്. ബേസിക്കലി ഈ 2 ഓബ്ജക്ട്സ് ഇത് മൈക്രോഫോൺസ് ആണ്. ഇവിടെയും വെൻറ്റ്സും കൂളിംഗ് ഇതുണ്ട്. 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഈ സൈഡിൽ വരുന്നുണ്ട്, മറ്റേ സ്പീക്കർ ഈ സൈഡും ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ടച്ച് പാഡാണ്. ഇവിടെ കീബോർഡും ഉണ്ട്. ഓവറോൾ നല്ലൊരു സ്മോൾ സൈസ് എന്ന് പറയാൻ പറ്റും. അവർ പറയുന്നത് എസെൻഷ്യലി ഒരു 13.3 ഇഞ്ച് ലാപ്ടോപ്പിൻ്റെ സൈസിലാണ് അവർ ഈ 14 ഇഞ്ച് ലാപ്ടോപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതുവരെ നല്ല സോളിഡ് മെറ്റൽ ഡിസൈനാണ്. ചാർജർ ഇങ്ങനെ സൈഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോളിഡ് മെറ്റൽ ബിൽഡും ഉണ്ട്. ഓവറോൾ നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ലീക്ക് ഡിസൈനാണ്. അധികം ഒരു എന്താ പറയുക ഗെയിമറി എസ്തെറ്റിക് അങ്ങനത്തെ ഇതൊന്നുമില്ല. വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആൻഡ് മിക്ക ആൾക്കാർക്കും അത് തന്നെ മതി എന്ന് തോന്നുന്നു. എസ്പെഷ്യലി നമ്മുടെ ബൂട്ടപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച് ആണ്, ഫുൾ HD റെസൊല്യൂഷൻ ആണ്. ഓവറോൾ നല്ല ക്രിസ്പ് ഷാർപ്പ് ഡീറ്റെയിൽ കാണുന്നുണ്ട്. ആൻഡ് ഒരു ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡോഴ്സ് ആണ്, പക്ഷേ പിന്നെ നമ്മൾ ഔട്ട്ഡോഴ്സും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ കറൻ്റ്ലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കീബോർഡ് സഫീഷ്യൻ്റ്ലി ഗുഡ് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. നല്ല സ്പേസിങ് എല്ലാം ഉണ്ട്. ഗുഡ് കീ ട്രാവൽ ഉണ്ട്. അത് മാത്രമല്ല ഇവർ പറയുന്നത് ഇത് എംബോസ്ഡ് ആണ്, അല്ലാതെ സ്റ്റിക്കർ ടൈപ്പ് അല്ല. അപ്പോൾ ഇത് പീൽ ചെയ്ത് വരില്ല. പിന്നെ സ്ലൈറ്റ് ഒരു കോഴ്സ് ടെക്സ്ചർ ഉണ്ട് ഇതിൽ. ഇപ്പോൾ വെറും സ്മൂത്ത് കീസ് അല്ല. ടച്ച് പാഡ് ഓവറോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ യൂസ് ചെയ്തതെന്ന് സ്മൂത്താണ്. പക്ഷേ വിൻഡോസിലെ ഏറ്റവും സ്മൂത്തസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജനറലി ടച്ച് പാഡ് വിൻഡോസ് ഡിവൈസസിലൊരു പ്രോബ്ലമാണ്. മാക്കിൻ്റെ അത്രയും നല്ലൊരു എന്താ പറയുക ടച്ച് പാഡ് എക്സ്പീരിയൻസ് കിട്ടാറില്ല സാധാരണ. അപ്പോൾ അത്രയും ലെവൽ ഡെഫിനറ്റ്ലി വരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ചൊരു അനോയിങ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്ററാണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ഇതുമായിട്ട് മാച്ചിങ് കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അഫ്കോഴ്സ് സെയിം
ഓൾമോസ്റ്റ് 100% ഐഡൻറ്റിക്കൽ കിട്ടാൻ പറ്റില്ല, എങ്കിലും നോട്ട് എ ബാഡ് തിങ്. ആൻഡ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞൊരു മീ സപ്പോർട്ട് ആപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ആപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മെയിൻലി മീ സപ്പോർട്ട് ആപ്പ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീ സ്മാർട്ട് ഷെയർ. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പ്രോഗ്രാംസിൽ പോയി നോക്കാം. അപ്പോൾ ഷോമി പറഞ്ഞത് ഇതിൽ ആഡ്സ് ഒന്നും വരില്ല. അപ്പോൾ ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ 3 ആപ്ലിക്കേഷൻസ് ആണ് ഷോമിയുടെ കയ്യിൽ നിന്ന്. ഒന്ന് മീ ബ്ലേസ് അൺലോക്ക്, ഒന്ന് മീ സ്മാർട്ട് ഷെയർ, ഒന്ന് മീ സപ്പോർട്ട്. അപ്പോൾ മീ സപ്പോർട്ട് ഓഫ്കോഴ്സ് ഇതിൻ്റെ സർവീസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നിങ്ങൾ മീ സപ്പോർട്ട് വഴി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾസോ പിന്നെ മീ സർവീസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവേഴ്സും അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ മീ സപ്പോർട്ടിൽ പോകാം. മീ ഷെയർ അവർ പറഞ്ഞത് നമ്മുടെ ഫോണുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അത് നമുക്ക് റിവ്യൂവിൽ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് സംസാരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ എന്നാണ് അവർ പറയുന്നത്, ആൻഡ് വെരി ഫാസ്റ്റ് എന്ന് അവർ പറയുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി റിവ്യൂവിൽ സംസാരിക്കാം. പിന്നെ ഈ മീ ബ്ലേസ് അൺലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് അവർ പറയുന്ന ഒരു മീ ബാൻഡുമായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അൺലോക്ക് ചെയ്യും, നമ്മൾ പാസ്വേഡോ അങ്ങനെ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മീ ബാൻഡുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ബിൽറ്റ് ഇൻ വെബ് ക്യാം ഇല്ല. ഓവറോൾ ബെസൽസ് വളരെ സ്മോളാണ്. ഇവിടെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓവറോൾ ബെസൽസ് വളരെ മിനിമലാണെന്ന് പറയാം. സ്ലൈറ്റ് ഒരു ബ്രൈറ്റ്നസ് ഫോൾ ഓഫ് ഉണ്ട്. ഇങ്ങനെ ഒരു ചില 48-45 ഡിഗ്രി ആംഗിൾ കഴിഞ്ഞാൽ സ്ലൈറ്റ് ഒരു ബ്രൈറ്റ്നസ് ഫോൾ ഓഫ് ഉണ്ട്, എങ്കിലും നോട്ട് മേജർ. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഡിവൈസിൽ കാണുന്ന പാനൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സോഫാർ. ഇനി നമുക്ക് റിവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ ക്യാമറ ഇവിടെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ആയിട്ടിരിക്കും. പിന്നെ USB Type A പോർട്ട് വഴി കണക്ട് ചെയ്യാം. നമുക്ക് അഫ്കോഴ്സ് വേണമെങ്കിൽ സൈഡിലും കണക്ട് ചെയ്യാം, പക്ഷേ ജനറലി ആൾക്കാർ സെൻറ്ററിൽ തന്നെയാണ് വെക്കാറ്. ആ ഒരു പെർഫെക്റ്റ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ അതാണ് ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ. ഡെഫിനറ്റ്ലി വൺ ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് എന്ന് പറയാം ഈ പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ. ആൻഡ് ഓവറോൾ സൈസ് നോക്കുമ്പോൾ വളരെ സ്മോളാണ്, വളരെ കോമ്പാക്റ്റ് ആണ്. 14 ഇഞ്ച് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 13 ഇഞ്ചിൻ്റെ സൈസിലാണ് ഇവർ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അവർ വേറൊരു കമ്പാരിസൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു A4 ഷീറ്റ് ഓഫ് പേപ്പറുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ അത് കമ്പാരിസൺ ഇവിടെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇതൊരു A4 സൈസ് ഷീറ്റാണ്. അപ്പോൾ അവർ പറയുന്നു ബേസിക്കലി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വിഡ്ത്ത് ഒരു A4 സൈസ് ഷീറ്റിനേക്കാൾ ലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ എക്സ്ട്രാ ഒരു ഇത് വരുന്നുണ്ട് A4 ഷീറ്റ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ബിഗർ ദൻ A4 ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനേക്കാൾ കുറച്ച് വലിയ ഡയമെൻഷൻസ് ആണ് ലെങ്ത് വൈസ് നോക്കുമ്പോൾ. വിഡ്ത്ത് വൈസ് നോക്കുമ്പോൾ അതിനേക്കാൾ കുറവാണ്. ആൻഡ് ഓവറോൾ തിക്നെസ് നോക്കുമ്പോൾ വളരെ സ്ലിം ആണ്, എസ്പെഷ്യലി ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് നോക്കുമ്പോൾ. ഇതല്ലാതെ നമുക്ക് വേറെ 2 ലാപ്ടോപ്പും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ലാപ്ടോപ്പ്. ഇത് HP-ൻ്റെ എലീറ്റ് ബുക്കാണ്. എലീറ്റ് ബുക്ക് G3 ആണെന്ന് തോന്നുന്നു ഇത് ആക്ച്വലി എക്സാക്ട് മോഡൽ. പക്ഷേ എൻ്റെ വൈഫിൻ്റെ ലാപ്ടോപ്പാണ്. ഇത് ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പാണ് ആൻഡ് ടാബ്ലറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇത് ഒരു 13.3 ഇഞ്ചാണ് ഇതിൻ്റെ ഓവറോൾ സൈസ്. ആൻഡ് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഫുട് പ്രിൻറ്റ് ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാം. അഫ്കോഴ്സ് ഇതിൻ്റെ വിഡ്ത്ത് നോക്കുമ്പോൾ പ്രാക്ടിക്കലി ഇത് സെയിം ആണ്. രണ്ടിൻ്റെയും വിഡ്ത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഹൈറ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് വരുന്നുണ്ട് ഷോമിയുടെ ഇതിന്. പക്ഷേ അഫ്കോഴ്സ് ലാർജർ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഓവറോൾ ഇങ്ങനെ വിഡ്ത്ത് നോക്കുമ്പോൾ സെയിം ആണ്. ഇനി തിക്നെസ് നോക്കുമ്പോൾ പോലും ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ എന്ന് പറയാം. ആൻഡ് അഫ്കോഴ്സ് ഈ HP-യുടെ ലാപ്ടോപ്പ് അത്രയും പവർഫുൾ പോലും അല്ല. പിന്നെയുള്ളൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ASUS-ൻ്റെ ഒരു ZenBook Duo ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതും ഒരു i7 ലാപ്ടോപ്പാണ്. അഗൈൻ ഇതും സൈസ് വൈസ് നോക്കുമ്പോൾ വളരെ സിമിലർ ആണ്. ഫുട് പ്രിൻറ്റ് ഓവറോൾ ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലാണ്. കാരണം ഓവറോൾ സൈസ് അങ്ങനെയാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല ASUS-ൻ്റെ തിക്നെസ്സും കുറച്ച് കൂടുതലാണ്. ഒരു വെഡ് ഷേപ്പ് ഡിസൈനാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നാരോ ആയിട്ട് തോന്നും. പക്ഷേ എങ്കിലും ഓവറോൾ തിക്നെസ് കൂടുതലാണ്. ഇനി ലാസ്റ്റ് ഒരു ലാപ്ടോപ്പ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ആപ്പിളിൻ്റെ MacBook Pro. അപ്പോൾ ഇതൊരു 15 ഇഞ്ച് ലാപ്ടോപ്പാണ്. MacBook Pro 15.
ടച്ച് ബാർ മോഡലാണ്. 2017 മോഡൽ i7 പ്രോസസ്സറൊക്കെ ഉണ്ട്, പക്ഷേ വളരെ ഹൈ എൻഡ് GPU ഒക്കെ ഉള്ളതാണ്. ഇതാണ് ഞാൻ ഓൺ ദ ഗോ ട്രാവൽ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മാക്ബുക്ക് പ്രോ ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്മോളറാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്, ഇതിൻ്റെ ഡിസ്പ്ലേ 15 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ സൈസും കമ്പാരിസൺ നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത്രയും ഡിഫറൻസ് വിഡ്ത്തിൽ തന്നെ വരുന്നുണ്ട്, പിന്നെ ഹൈറ്റിൽ നോക്കുമ്പോൾ പിന്നെ എക്സ്ട്രാ ഒരു സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മാക്ബുക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസർ ടു ഒരു A3 സൈസ് പേപ്പർ എന്ന് പറയും ഓൾമോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദ ഓവറോൾ സൈസ്. തിക്നെസ് നോക്കുമ്പോൾ മാക്ബുക്കും വളരെ തിന്നാണ്, പക്ഷേ പവർഫുൾ ആണ്, മച്ച് മോർ പവർഫുൾ ആണ് കമ്പയർഡ് ടു ദിസ് 14 ഇഞ്ച് ലാപ്ടോപ്പ്. എങ്കിലും ഓവറോൾ ഡെഫിനറ്റ്ലി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ലാപ്ടോപ്പാണ്. നമ്മൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പറയാം. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.